മലബാറിൻ്റെ അങ്ങേയറ്റത്തിലുള്ള ഇങ്ങേറ്റം വരെയുള്ള ഭദ്രാസനങ്ങളിലൊക്കെ നമ്മുടെ ജില്ലകളിലൊക്കെ അവരുടെ സ്ഥാനം പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടായാലും സാമൂഹികപരമായിട്ടായാലും അവരൊക്കെയും പ്രവർത്തിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇവരുടെ വിജയവും ഇവരുടെ സാന്നിധ്യവും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദേശത്തിൻ്റെ MLA കൂടിയായിരിക്കുന്ന വളരെ സ്നേഹിതനായിരിക്കുന്ന ഞാൻ വന്ന അന്ന് മുതൽ വളരെയധികം ബന്ധമുള്ള നിങ്ങൾ വിളിക്കുന്ന അല്ലെങ്കിൽ ഞാനും വിളിക്കുന്ന ബാപ്പുട്ടിക്കായും നമ്മുടെ കൂടെ ഉണ്ട്. പ്രത്യേകമായി ബാപ്പുട്ടിക്കായി സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർ പ്രവർത്തനങ്ങളിലൊക്കെയും ദൈവത്തിന് സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നന്ദി ബാപ്പുട്ടിക്ക് പറഞ്ഞതിന് ശേഷം തുടർന്ന് ആശംസ പറഞ്ഞതിന് ശേഷം ഗോപിയച്ഛൻ വിശദീകരിക്കുന്നതായിരുന്നു. തിരുമേനി കൊമേഴ്സ് തിരുമേനി, അതുപോലെ തന്നെ വട്യാനിക്കൽ അച്ഛൻ, അതുപോലെ തന്നെ മറ്റു വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, വിശ്വാസികൾ, കഴിഞ്ഞ 53 വർഷമായി നടത്തിവരുന്ന ഈ മലബാർ ഭദ്രാസനയുടെ കൺവെൻഷൻ, ഇതിനു മുൻപ് പല പ്രാവശ്യവും എൻ്റെ പിതാവിന് പങ്കെടുക്കാനുള്ള അവസരം സഭ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് എനിക്കും അതിനുള്ളൊരു അവസരം കിട്ടി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ പിതാവ് എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഒരുപക്ഷെ 1950കളിലും 40കളിലുമൊക്കെ ഈ മലയോര കർഷകരും സഭയും ഇങ്ങോട്ട് കുടിയേറി വന്നില്ലായിരുന്നുവെങ്കിൽ ഈ നാട് ദീർഘകാലം ഇരുട്ടിൽ തപ്പുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോ ഇന്ന് സംസാരിക്കുന്ന LPM ഹൈസ്കൂൾ കേരളം ഉണ്ടായതിനു ശേഷം കേരളത്തിൽ ആദ്യമായി ജനകീയ മന്ത്രിസഭ ഉണ്ടായത് 1957. കേരളം ഉണ്ടായിട്ട് ആദ്യത്തെ ഹൈസ്കൂൾ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്ന ഈ LPM ഹൈസ്കൂൾ ആണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഒരുപക്ഷെ അന്ന് ഈ ചുങ്കത്രയിൽ LPM ഹൈസ്കൂൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ നാട്ടിലെ മലയോരത്തെ പലരും 7ാം ക്ലാസ്സോട് കൂടി വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിരുന്നു എന്ന് എത്രയോ ആളുകൾ എന്നോട് പ്രായമായവർ പറഞ്ഞു. പള്ളി മാത്രമല്ല, പള്ളിക്കടുത്തൊരു പള്ളിക്കൂടവും കൂടി ഉണ്ടാക്കി ജാതി ഭേദമന്യേ ഈ മലയോരത്തെ ഇരുട്ടിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവന്ന് അക്ഷര വെളിച്ചം നൽകിയ സഭയുടെ പേര് കൂടിയാണ് ഓർത്തഡോക്സ് സഭ എന്ന് അഭിമാനപൂർവ്വം നിലമ്പൂർക്കാർ ഓർക്കുക മാത്രമല്ല തല ഉയർത്തി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയും പറയാൻ സാധിക്കും. അതിന് സഭയോടുള്ള നന്ദിയും കടപ്പാടും എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് കൂടുതലായി കടന്നു പോകുന്നില്ല. എന്തൊക്കെയായാലും ഇതിന്റെ 53ാം വാർഷിക ചടങ്ങിൽ പങ്കെടുക്കാനായത് തിരുമേനിയുടെ കൂടെ, തിരുമേനിയെ ബാപ്പുട്ടിക്ക എന്ന് വിളിക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് കാരണം തിരുമേനി എന്നെങ്ങനെ വിളിക്കാൻ പാടില്ല. കാരണം നമുക്കറിയാലോ അതിൻ്റെ ഒരു കസ്റ്റം അങ്ങനെയല്ല. എന്തായാലും തിരുമേനിയുടെ വലിയ അനുഗ്രഹാശിസ്സുകൾ ഉണ്ട് എന്നത് തന്നെയാണ് എനിക്ക് നൽകുന്ന കരുത്തും ശക്തിയും എന്നുകൂടി ഞാൻ ഇവിടെ പറയുകയാണ്. ഇനിയും ഈ സഭയുടെ ദീർഘകാലമായ പ്രവർത്തനങ്ങളോടൊപ്പം ഇനിയും ഈ നിലമ്പൂരിനെ കൈപിടിച്ചുയർത്താനുള്ള പരിപാടികളിൽ എന്നും ആര്യാടൻ ചൗക്കത്തും കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ തന്ന ഒരു അവസരത്തിന് എങ്ങനെയാണ് സഭയോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ഹൃദയമായി ബാപ്പുട്ടിക്കായോടുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, തിരുമേനിയേക്കാൾ പ്രായം കുറവാണ് എന്ന് എനിക്ക് തോന്നലുണ്ടെന്ന് ബാപ്പുട്ടിക്കാർ പറയുന്നത്. പ്രായം കുറവാണെന്ന് ഞാൻ വിചാരിച്ചോളാം. ദൈവം അനുഗ്രഹിക്കട്ടെ.